ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 1/4 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യത്തിന് 1/2 സ്പൂണ് സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ കുഴച്ചൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് തേച്ചാണ് നമ്മൾ വറുത്തെടുത്തത്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് മസാലേൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ എരിവിന് നമ്മൾ ഫസ്റ്റ് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് തക്കാളി സോസ്. ഈ 2 സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പഴുത്ത ഒരു തക്കാളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ചെറുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി തുടക്കത്തിൽ ചേർക്കാതെ അവസാനം ചേർക്കുക. തക്കാളി ഉടഞ്ഞു പോകാതെ കിട്ടണം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.